ഒരു വടി കൊണ്ട് കടലിനെ മുറിക്കുകയും ഒരടി കൊണ്ട് പാറയെ പിളർക്കുകയും ചെയ്ത മോശ എന്ന അതികായനായ ശുശ്രൂഷകന് ശേഷം ഗൗരവമേറിയ കനാൻ നാട്ടിലേക്ക് വാഗ്ദത്തമുള്ള തലമുറയെ നടത്തുന്ന ശുശ്രൂഷയിലേക്ക് കയറി വരാൻ നൂന്റെ മകനായ യോശുവയ്ക്ക് ഒരു വലിയ വില കൊടുക്കേണ്ടി വന്നു. ആരും അറിയാതെ, ആരും ശ്രദ്ധിക്കാതെ, ആരും പരിഗണിക്കാത്ത രാവുകളിലും പകലുകളിലും ദൈവം ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ നിന്നും ദൈവ തേജസ്സിൽ നിന്നും തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ പോകാൻ മനസ്സ് കാണിക്കാതെ കൊതിയോടെ തേജസ്സിലേക്ക്, സാന്നിധ്യത്തിലേക്ക് മതിമറന്നിരുന്നു എന്നതാണ് നൂന്റെ മകനായ യോശുവ കൊടുത്ത വലിയ വില. ഈ 2025 ഞാൻ ആത്മനിറവിൽ നിങ്ങളോട് പ്രവചിക്കുകയാണ്. ദൈവ സാന്നിധ്യത്തിനകത്തും ദൈവ തേജസ്സിനകത്തും കൊതിയോടെ സമയം ചെലവഴിച്ച, കൊതിയോടെ ഉറങ്ങാതെ രാത്രികൾ ചെലവഴിച്ച, കൊതിയോടെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച നിങ്ങളുടെ മേൽ നിയോഗങ്ങൾ വെളിപ്പെടാതെ പോവുകയില്ല. എൻ്റെ കൂടെ ചേർന്ന് വിശ്വസിക്കുക. മോശയ്ക്ക് ശേഷം സാന്നിധ്യത്തെ വിട്ടുമാറാതെ കിടന്ന യോശുവയെ അടുത്ത ശുശ്രൂഷകനായി ദൈവം അപ്പോയിന്റ് ചെയ്തതുപോലെ, നിയോഗിച്ചതുപോലെ നിങ്ങളുടെ മേൽ നിയോഗങ്ങൾ തുറന്നു വരുന്ന വർഷമാണിത്. നിങ്ങളുടെ മേൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ദൈവാത്മാവ് പകരുന്ന വർഷമാണിത്. ഇരട്ടിയായതും പുതിയതുമായ അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന വർഷമാണിത്. കാരണം നിങ്ങൾ നൽകിയ വില എന്താണെന്ന് ദൈവം അറിയുകയും അതിൻ്റെ പകരമായി നിങ്ങളുടെ മേൽ നിയോഗങ്ങളുടെ പുതപ്പുകൾ ഇടുകയും ചെയ്യുകയാണ്.